യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ കപ്പലിലുണ്ടായ ബോംബ് സ്ഫോടനം എല്ലാവരും കേട്ട വാർത്തയാണ്. എന്നാൽ മലയാളികളെ സംബന്ധിച്ച് അവിടെ ഒരു സങ്കട വാർത്ത കൂടി നിൽക്കുകയാണ് എന്ന് പറയുന്നു. മെർച്ചന്റ് നേവി ഉദ്യോഗസ്ഥൻ കൂടി അവിടെ കൊല്ലപ്പെടുമ്പോൾ അത് ഒരു മലയാളിയാണെന്നും അദ്ദേഹത്തിന്റെ വിവാഹം ഉറപ്പിച്ചിരിക്കുകയായിരുന്നുവെന്നും അങ്ങനെ സന്തോഷത്തിന്റെയും ആഗ്രഹങ്ങളുടെയും ഒക്കെ ദിവസങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ മുന്നിലുണ്ടായിരുന്നതെന്ന് മനസ്സിലാവുകയാണ്. വെള്ളരിക്കുണ്ടിലെ വാലിപ്ലാക്കൽ അഖിൽ ജോയനാണ് മരിച്ചത്. 26 വയസ്സായിരുന്നു അഖിൽ ജോയന്. വെള്ളരിക്കുണ്ടിലെ ജോയൻ സാലി ദമ്പതികളുടെ ഏക മകനാണ് അഖിൽ ജോയൻ. ലീവിന് നാട്ടിൽ വന്നപ്പോൾ വിവാഹം ഉറപ്പിച്ച് 1 മാസം മുൻപാണ് അദ്ദേഹം തിരികെ പോയത്. ഇന്ന് ഉച്ചയോടെ ജോലിസ്ഥലത്തു നിന്നും മരണപ്പെട്ട വിവരം വീട്ടുകാർക്ക് ഇമെയിൽ സന്ദേശം ലഭിക്കുകയും ചെയ്തു. ലീവിന് നാട്ടിൽ വന്നപ്പോഴായിരുന്നു വിവാഹം ഉറപ്പിച്ചതെന്നും അവനെ കാത്ത് ഇവിടെ മറ്റൊരു പെൺകുട്ടി കൂടി ഉണ്ട് എന്നതാണ് എല്ലാവരുടെയും ഒരു വിഷമം. യുക്രൈനിൽ ഒഡേസയുടെ തീരത്ത് ചരക്കു കപ്പലിന്റെ നേരെ റഷ്യ നടത്തിയ ആക്രമണത്തിലാണ് അഖിൽ ജോയൻ അടക്കമുള്ളവർ ഇപ്പോൾ ആക്രമണത്തിൽപ്പെട്ടതും 10 പേർ കൊല്ലപ്പെട്ടതും. ഗിനിയ ബിസാവു പതാകയുള്ള കപ്പലിന് നേരെയാണ് റഷ്യൻ ക്രൂയിസ് മിസൈൽ ആക്രമണം ഉണ്ടായതെന്ന് ഇപ്പോൾ യുക്രൈൻ വ്യോമസേന അറിയിച്ചു. ഇന്ത്യൻ സിറിയൻ നാവികരാണ് കപ്പലിലുണ്ടായിരുന്നത്. ഗോൾഡൻ ലിയോ എന്ന കപ്പലിന് നേരെയാണ് ആക്രമണം നടന്നത്. 8 പേരെ രക്ഷപ്പെടുത്തിയതായി യുക്രൈൻ നാവികസേന അറിയിച്ചു. ആകെ 18 പേരാണ് കപ്പലിലുണ്ടായിരുന്നത്. ഇതിനു പുറമെ യുക്രൈൻ സ്വദേശികളായ പൈലറ്റും കൊല്ലപ്പെട്ടു. തന്റെ 19-ാം വയസ്സിൽ ഷിപ്പിൽ ജോലിക്ക് ചേർന്ന ജോയൽ മികച്ച വടംവലി താരവും ഫിംഗർ പുള്ളിംഗ് വേൾഡ് റെക്കോർഡ് ഉടമയുമാണ്. അപകടം സംബന്ധിച്ച മറ്റു വിവരങ്ങളൊന്നും ബന്ധുക്കൾക്ക് ലഭ്യമായിട്ടില്ല. കൂടുതൽ വിവരങ്ങൾക്കായി വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കുകയാണ്. 19-ാം വയസ്സിലാണ് അഖിൽ മെർച്ചന്റ് നേവിയിൽ എത്തുന്നത്. അന്നു മുതൽ ഇന്ന് വരെയും ആ ജോലി വളരെയധികം ഇഷ്ടപ്പെട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. 6 വർഷമായി ഗോൾഡൻ ലിയോ എന്ന കപ്പലിൽ തന്നെ നിൽക്കുകയാണ്. ജോലി മാറാനുള്ള ശ്രമത്തിലായിരുന്നു അഖിലെന്ന് അടുത്ത ബന്ധുക്കൾ തന്നെ പറയുന്നുണ്ടായിരുന്നു. ഇലക്ട്രിക്കൽ കട നടത്തുന്ന ജോയന്റെ ഇൻഷുറൻസ് ഏജന്റായ സാലിയുടെയും ഏക അത്താണി കൂടിയായിരുന്നു അഖിൽ. അടുത്തിടെ കുടുംബം സ്വന്തമായൊരു വീട് പണിതെന്ന ബന്ധുക്കൾ തന്നെ പറയുന്നുണ്ട്. വിവാഹ നിശ്ചയത്തിനായി 3 മാസം മുൻപ് അഖിൽ നാട്ടിലെത്തി 1 മാസം മുമ്പ് മടങ്ങുകയും ചെയ്തു. ആലപ്പുഴ സ്വദേശിനിയാണ് വധു. 2 മാസത്തിന് ശേഷം വിവാഹം നടത്താൻ നിശ്ചയിച്ചിരിക്കുകയായിരുന്നു. വിവാഹം നിശ്ചയിച്ചിരിക്കുന്നതിന് ശേഷം പിറ്റേ മാസം തന്നെ അഖിൽ ജോലി സ്ഥലത്തേക്ക് മടങ്ങിയിരുന്നു. അഖിൽ വടംവലിയിൽ ലോക റെക്കോർഡ് നേടിയിട്ടുണ്ട്. 2023-ലാണ് റെക്കോർഡ് ലഭിച്ചത്. സ്കൂൾ പഠനകാലം മുതൽ മികച്ച വടംവലി താരം കൂടിയായിരുന്നു അഖിൽ.